എല്ലാവർക്കും ഡ്രീംസ് ലാൻഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്ന് നിൽക്കുന്നത് അങ്കമാലി തുറവൂരായിട്ടാണ്. ഇവിടെ 5 സെൻറ്റ് സ്ഥലത്തിൽ 1800 സ്ക്വയർ ഫീറ്റ് വരുന്ന 4 ബെഡ്റൂമുകളുള്ള ഒരു പുതിയ വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അത് നിങ്ങളെ കാണിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ റിലേഷൻ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. താഴെ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങളുടെ എന്ത് റിയൽ എസ്റ്റേറ്റ് ആവശ്യത്തിന് വേണ്ടിയും തീർച്ചയായിട്ടും ഞങ്ങളെ വിളിക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് പുറകിൽ കാണുന്ന ഈ ഒരു പ്രോപ്പർട്ടി, ഇതാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് വന്നത്. ഈ ഒരു പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, അങ്കമാലിയിൽ തുറവൂർ എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയൊക്കെ ആയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. ഗേറ്റഡ് കമ്മ്യൂണിറ്റി ഒന്നും അല്ല കേട്ടോ, പണ്ടെന്നോ ഒരു പ്ലോട്ട് ചെയ്ത ഒരു പ്രോപ്പർട്ടിയിൽ വരുന്ന കുറച്ചധികം വില്ലകൾ, ഇൻഡിപെൻഡൻറ്റ് വില്ലകളാണ് കൂടുതലും ഈ ഒരു പ്രോപ്പർട്ടിയിൽ വരുന്നത്. എന്നാൽ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി പോലെ തന്നെ കൃത്യമായിട്ട് സെൻട്രലിലൂടെ നല്ല പ്രൈവറ്റ് വഴിയൊക്കെ കടന്നുപോയി അതിനകത്ത് ചുറ്റും മനോഹരമായ നല്ല വീടുകളൊക്കെ ഉണ്ട്. ഈ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഇതിന് മുമ്പും വീടുകൾ വിറ്റിട്ടൊക്കെ ഉണ്ട്. ഡ്രീംസ് ലാൻഡ് റിയൽറ്റി കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ആക്ട് 2016 പ്രകാരം കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്റിംഗ് അതോറിറ്റിയുടെ അംഗീകാരത്തോടെ റെഗുലേറ്റിംഗ് അതോറിറ്റിയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ്. ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന വസ്തുക്കളുടെ വിലയും മറ്റു വിവരങ്ങളും അതിന്റെ ഉടമസ്ഥൻ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. വസ്തു വാങ്ങും മുമ്പ് വസ്തു നേരിട്ട് വന്ന് കണ്ട് ഉറപ്പുവരുത്തി നിയമപരമായ രേഖകൾ പരിശോധിച്ച് ഉറപ്പിച്ച് അന്തിമ വിലയെല്ലാം വസ്തുവിന്റെ യഥാർത്ഥ ഉടമസ്ഥനുമായി നേരിട്ട് സംസാരിച്ച് ഉറപ്പിക്കുക. ഡ്രീംസ് ലാൻഡ് വാങ്ങുന്ന ആൾക്കും വിൽക്കുന്ന ആൾക്കും ഇടയിലുള്ള ഒരു മീഡിയേറ്റർ മാത്രമാണ്. നമുക്കിനി ഈ പ്രോപ്പർട്ടിയുടെ അകത്തെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രൈവറ്റ് റോഡ്, ആ പ്രൈവറ്റ് റോഡിൽ നിന്നാണ് ഈ വീടിൻ്റെ അകത്തേക്കുള്ള എൻട്രൻസ് വരുന്നത്. നമുക്ക് വീടിന് അകത്തേക്ക് കിടക്കാൻ 2 മാർഗ്ഗങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. തള്ളി തുറക്കാവുന്ന രീതിയിൽ വാഹനങ്ങളെല്ലാം അകത്തേക്ക് കിടക്കാൻ പാകത്തിന് ഇവിടെയായിട്ട് വലിയ ഒരു ഗേറ്റ് നമുക്ക് കാണാം. അതേപോലെ ആളുകൾക്ക് അകത്തേക്ക് കിടക്കാൻ പാകത്തിന് ചെറിയ ഒരു അനായാസം തുറക്കാവുന്ന ചെറിയൊരു ഗേറ്റും നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. ഈ ഒരു ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് കിടക്കുമ്പോൾ മുറ്റത്തെല്ലാം നല്ല മനോഹരമായ കല്ലകളൊക്കെ വിരിച്ച് അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെ ആ ഒരു മുറ്റം അവർ ക്രമീകരിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ പ്രോപ്പർട്ടി ഫേസ് ചെയ്യുന്നത് കിഴക്ക് വശത്തേക്കാണെന്ന് പറഞ്ഞു. ഇതിൻ്റെ മുറ്റവും മറ്റ് റോഡും എല്ലാം വരുന്നത് കിഴക്ക് വശത്താണ്. നമ്മൾ വാസ്തുവൊക്കെ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് കിണറിൻ്റെ ഉത്തമമായ സ്ഥാനം എന്ന് പറയുന്നത് വടക്ക് കിഴക്ക് മൂലയ്ക്കാണ്. ഈ പ്രോപ്പർട്ടിയുടെയും വടക്ക് കിഴക്ക് മൂലയ്ക്കായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇൻഡിപെൻഡൻറ്റ് കിണർ നമുക്ക് കാണാനായിട്ട് പറ്റും. അത്യാവശ്യം ശുദ്ധമായ ജലമുള്ള, ചെങ്കല്ലിൽ നിന്ന് വരുന്ന നല്ല ശുദ്ധമായ ജലമുള്ള ഒരു കിണർ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റും. ദെൻ ഇതിൻ്റെ പുറകു വശത്തായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത്, കിഴക്ക് വശത്ത് ഈ ഒരു ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ വലിയ ഗേറ്റ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ വലിയ ഗേറ്റ് നമുക്ക് അനായാസം തുറന്നുകൊണ്ട് ആ വഴിയിൽ നിന്ന് വലിയ വാഹനങ്ങൾ, വലിയ SUV പോലെയുള്ള വാഹനങ്ങൾ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാൻ അനായാസം സാധിക്കുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കോർണറിലേക്ക് നോക്കിയാൽ, അല്ലെങ്കിൽ നമ്മൾ ആ ചെറിയ ഗേറ്റ് തുറന്നു വരുന്ന ആ ഒരു കോർണറിലേക്ക് നോക്കിയാൽ നമുക്ക് ചെറിയ ചെറിയ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാം. വലിയ വാഹനങ്ങൾ ഈ ഒരു ഏരിയയിലും പാർക്ക് ചെയ്യാം. ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിലവിൽ കാർ പോർച്ചോ മറ്റ് സൗകര്യങ്ങളോ നൽകിയിട്ടില്ല. പക്ഷേ ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് പോളികാർബൺ ഷീറ്റുകളോ അല്ലെങ്കിൽ മറ്റ് ഷീറ്റുകളോ എല്ലാം ഉപയോഗിച്ച് നല്ല മനോഹരമായ കാർ പോർച്ചിന് നമുക്ക് അനായാസം നിർമ്മിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ അകത്ത കാഴ്ചകളിലേക്ക് പോകാം. അകത്ത കാഴ്ചകളിലേക്ക് പോണേക്കാൻ മുമ്പ് ഈ പില്ലേഴ്സൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ചെങ്കല്ലിൻ്റെ ലാറ്ററൈറ്റ് സ്റ്റോണിൻ്റെ ടെസ്റ്റർ വരുന്ന രീതിയിലുള്ള ടൈലുകളൊക്കെ ഒട്ടിച്ച് അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെ ആ ഒരു ചുമരെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നു. അതേപോലെ സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ സിറ്റ് ഔട്ടിലെല്ലാം ഫുൾ ബോഡി ആയിട്ടുള്ള ഒരു ഗ്രേ കളർ 2x4 ടൈലുകളാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അതിൽ കൃത്യമായിട്ട് അപ്പോക്സി വർക്കുകളും മറ്റും നൽകിയിട്ടുണ്ട്. അതുപോലെ അത്യാവശ്യം LED ലൈറ്റുകളെല്ലാം എല്ലാ ഭാഗത്തുമായിട്ടും നൽകിയിട്ടുണ്ട്. നമ്മളുടെ ആ ഒരു സെൻസൈഡിലേക്കൊക്കെ നോക്കിയാൽ ആ സെൻസൈഡിൽ പോലും കൃത്യമായിട്ട് LED ലൈറ്റുകളെല്ലാം, വാം കളറുള്ള LED ലൈറ്റുകളെല്ലാം നൽകിയിട്ടുണ്ട്. ദെൻ ഈ ഒരു ഭാഗത്തു നിന്നാണ് ഈ പ്രോപ്പർട്ടിയുടെ എൻട്രൻസ് വരുന്നത്. ഡോറിൻ്റെ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ തേക്കിലാണ് ഡോറുകൾ തീർത്തിരിക്കുന്നത്. അത്യാവശ്യം ഒരു മോഡേൺ എന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു ബോക്സി ടൈപ്പ് ഒരു ആവറേജ് ഡിസൈൻ വരുന്ന ഒരു ഡോറ്, 2 പാളിയുടെ ഡോറുകളാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഈ ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് വരുന്നത് ഈ വീടിൻ്റെ ലിവിങ് ഏരിയയിലേക്കാണ്. ഈ ലിവിങ് ഏരിയയുടെ മറ്റൊരു സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലിവിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്തു നിന്നാണ് ഇതിൻ്റെ 2ാം നിലയിലേക്കുള്ള സ്റ്റെയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സ്റ്റെയർ ഇതുപോലെ റൗണ്ട് ചെയ്ത് നേരെ നമുക്ക് 2ാം നിലയിലേക്ക് എത്തുന്നു. അപ്പോൾ ഈ ഒരു പോർഷൻ വരുന്നത്, ലിവിങ് ഏരിയയുടെ ഈ ഒരു പോർഷൻ വരുന്നത് സത്യത്തിൽ 2ാം നിലയുടെ തൊട്ട് താഴെയായിട്ടാണ്. അപ്പോൾ ഒരു ഡബിൾ ഹൈറ്റുള്ള ഒരു ലിവിങ് ഏരിയയുടെ ഒരു ഫീല് ഈ ഒരു ലിവിങ് ഏരിയ കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് ആണ് ഈ ഒരു ലിവിങ് ഏരിയയുടെ പ്രത്യേകതയായിട്ട് എനിക്ക് ഇവിടെ പറയാനായിട്ടുള്ളത്. നമ്മൾ വലിയ വലിയ 2 നില വീടുകളിലെല്ലാം ഈ ഒരു സെറ്റപ്പ് കണ്ടിട്ടുണ്ട്. ചെറിയൊരു വീട്ടിൽ 1800 സ്ക്വയർ ഫീറ്റൊക്കെ വരുന്ന 5 സെൻറ്റിലൊക്കെ വരുന്ന ഒരു വീട്ടിൽ ഈ ഒരു ബാൽക്കണി സെറ്റപ്പ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് ആണ് ഈ ഒരു ലിവിങ് ഏരിയയുടെ പ്രത്യേകതയായിട്ട് ഇവിടെ എനിക്ക് എടുത്തു പറയാനായിട്ടുള്ള കാര്യം. ദെൻ ഈ ഒരു സ്റ്റെയറിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് നമ്മളുടെ ഇൻവെർട്ടറും മറ്റു കാര്യങ്ങളൊക്കെ സജ്ജീകരിക്കാനുള്ള സ്ഥലങ്ങളും മറ്റും സജ്ജീകരിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയയുടെ
നീളവും വീതിയും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. അപ്രോക്സിമേറ്റ്ലി മെഷർമെൻറ്റ് മാത്രമാണ് ഇവിടെ നടക്കുകയുള്ളൂ. ഈ ലിവിങ് ഏരിയയുടെ വീതി നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വീതി വരുന്നത് ഏകദേശം 11.74 ആണ്. ഇനി ഇതിൻ്റെ നീളം നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് നീളം വരുന്നത് ഏകദേശം 13.51 ആണ്. അതായത് ഇതിൻ്റെ വീതി വരുന്നത് 11.74 വീതി വരുന്നത് 13.51 158.60 സ്ക്വയർ ഫീറ്റ് ഈ ഒരു ലിവിങ് ഏരിയയ്ക്ക് വേണ്ടി ഇവിടെ മാറ്റി വെച്ചിരുന്നു. ഈ ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഡൈനിങ് ഏരിയയിലേക്ക് നമ്മൾ വരുന്നു. ഈ ഡൈനിങ് ഏരിയയും ലിവിങ് ഏരിയയും തമ്മിലുള്ള സെപ്പറേഷൻ അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഈ ഒരു പില്ലേഴ്സ് പോലത്തെ ഈ ഒരു മറ കൊണ്ടാണ് ഈ ഡൈനിങ്ങിനെയും ലിവിങ്ങിനെയും ഇവിടെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റെയർ തുടങ്ങുന്നതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് നമുക്ക് വാഷ് ഏരിയ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ സെറേഡിയാണ്. ടാപ്പുകളാണെങ്കിലും ടേബിൾ ടോപ്പ് വാഷ് ഇതാണെങ്കിലും എല്ലാം തന്നെ വന്നിരിക്കുന്നത് സെറേഡിയാണ്. താഴെ അലൂമിനിയം ഫാബ്രിക്കേഷനിൽ ചെറിയ സ്റ്റോറേജ് ഏരിയകളും എല്ലാം കൃത്യമായിട്ട് നൽകിയിരിക്കുന്നു. ഈ വാഷ് ഏരിയയുടെ ഇടതുവശത്തും വലതുവശത്തുമായിട്ടാണ് 2 ബെഡ്റൂമുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. മൊത്തം 4 ബെഡ്റൂമുകളാണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത്. അതിൽ ആദ്യത്തെ ബെഡ്റൂം ഈ വലതുവശത്തും രണ്ടാമത്തെ ബെഡ്റൂം ഇടതുവശത്തായിട്ടും വരുന്നു. ഈ ഡൈനിങ് ഏരിയയുടെ തൊട്ട് ബാക്ക് ഈ ഒരു സൈഡിലായിട്ട് ഇതിൻ്റെ കിച്ചണും വരുന്നു. അപ്പോൾ നമുക്ക് നോക്കാനുള്ളത് ഈ ഡൈനിങ് ഏരിയയുടെ നീളവും വീതിയുമാണ് നമുക്ക് മെഷർ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ വീതി നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് വീതി ഏകദേശം 11.19 ആണ് ഇതിൻ്റെ വീതി വരുന്നത്. ദെൻ ഇതിൻ്റെ നീളം നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് വീതി വരുന്നതും ഏകദേശം 11.19 ആണ്. സ്ക്വയറിലായിട്ടാണ് വരുന്നത്. 125 സ്ക്വയർ ഫീറ്റിൽ 11.19 നീളവും 11.19 വീതിയും 125 സ്ക്വയർ ഫീറ്റ് ഇതിൻ്റെ വിസ്തീർണം വരുന്ന രീതിയിൽ സ്ക്വയർ ആയിട്ടാണ് ഈ ഒരു ഡൈനിങ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ജിപ്സം സീലിംഗ് ഒന്നും നൽകിയിട്ടില്ല. പക്ഷേ കൃത്യമായിട്ട് ആ കോൺക്രീറ്റിൽ തന്നെ LED ലൈറ്റുകൾ നൽകി ഒരു സീലിംഗ് നൽകിയ ഒരു പ്രതീതി ഈ വീട്ടിൽ കൊണ്ടുവരാനും ഇവിടെ ശ്രമിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കാണാനുള്ളത് ഈ വീടിൻ്റെ അടുക്കളയുടെ കാഴ്ചകളിലേക്കാണ്. ഡൈനിങ് ഏരിയയിൽ നിന്നാണ് അടുക്കളയുടെ എൻട്രൻസ് വരുന്നത്. ഡൈനിങ് ഏരിയയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ അലൂമിനിയം ഫാബ്രിക്കേഷനിൽ ഇതിൻ്റെ ഇൻറ്റീരിയറും കബോർഡ്സും എല്ലാം നൽകിയിരിക്കുന്നത് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഒരു ഹാൻഡ് മെയ്ഡ് വാഷ് ബേസും നമുക്ക് കാണാനായിട്ട് പറ്റും. അത്യാവശ്യം കബോർഡ്സിലെല്ലാം അത്യാവശ്യം റോയും അത്യാവശ്യം കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം നീറ്റായിട്ടുള്ളൊരു കിച്ചൺ എന്ന് തന്നെ നമുക്ക് പറയാം. അതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡിഷ് വാഷോ വാഷിംഗ് മെഷീനോ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള വാട്ടർ പോയിൻറ്റും അതേപോലെ വേസ്റ്റ് വാട്ടർ പോകാനുള്ള സ്ഥലവും അതേപോലെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്ലഗ് പോയിൻറ്റും മറ്റു കാര്യങ്ങളെല്ലാം കാണാം. ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കാം ഫ്രിഡ്ജിനുള്ള ഒരു സ്ഥാനം ഈ ഒരു ഭാഗത്തായിട്ട് രീതിയിൽ ഇവിടെ പ്ലഗ് പോയിൻറ്റുകളൊക്കെ നൽകിയിട്ടുണ്ട്. അതേപോലെ മിക്സർ ഗ്രൈൻഡർ അതേപോലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പോയിൻറ്റ്സുകളെല്ലാം കൃത്യമായിട്ട് ഈ ഭാഗത്തുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ വാട്ടർ പ്യൂരിഫയറിന് വേണ്ടിയിട്ടുള്ളൊരു സ്ഥാനവും അതിന് വേണ്ടിയിട്ടുള്ളൊരു ഏരിയയും ഇവിടെ പ്രത്യേകമായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു കിച്ചൺ ക്രമീകരിച്ചിട്ടുണ്ട്. ചെറുതാണെങ്കിലും അത്യാവശ്യം ഭംഗിയിൽ തന്നെ ഒരു കിച്ചൺ ക്രമീകരിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഈ കിച്ചൻ്റെ മെഷർമെൻറ്റ് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ കിച്ചൻ്റെ വീതി നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. അപ്പോൾ വീതി വരുന്നത് ഏകദേശം 9.67 ആണ് ഈ ഒരു കിച്ചൻ്റെ വീതി വരുന്നത്. ഇനി ഇതിൻ്റെ നീളം നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം 11.90 ആണ്. അതായത് 9.67 വീതിയും 11.90 ഇതിന് വീതിയും വരുന്നു. ഏകദേശം 115.07 ഈ ഒരു കിച്ചന് വേണ്ടിയിട്ട് ഇവിടെ മാറ്റി വെച്ചിരിക്കുന്നു. അതേപോലെ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്തേക്ക് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു സ്ഥാനമാണ്. നമുക്ക് വേണമെങ്കിൽ ഇനി ഒരു സെക്കൻഡ് കിച്ചണൊക്കെ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സെക്കൻഡ് കിച്ചണൊക്കെ പണിയാനായിട്ടുള്ള ഒരു സൗകര്യം ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. 5 സെൻറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞാൽ പോലും അതിലും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് നമുക്ക് കാണാം. അതേപോലെ ചെറിയ ചെടികളോ അങ്ങനെയുള്ള എന്താ പറയുക നമ്മളുടെ ചെറിയ അടുക്കളത്തോട്ടങ്ങളോ ഒക്കെ നിർമ്മിക്കാനായിട്ടുള്ളൊരു സ്പേസ് കൂടി ഈ വീട്ടിൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് കാണാനുള്ളത് ഈ വീട്ടിലെ താഴെ നിലയിലെ 2 ബെഡ്റൂമുകളാണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ ഡൈനിങ് ഏരിയയിൽ നിന്ന് വാഷ് ഏരിയ വരുന്ന ഈ ഒരു ഏരിയയുടെ 2 ഭാഗത്തായിട്ടാണ് 2 ബെഡ്റൂമുകൾ കൊടുത്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ഈ ബെഡ്റൂം അത് ആദ്യമായിട്ട് പരിശോധിക്കാം. അതിൽ നമുക്ക് ബെഡ്റൂം നമ്പർ 1 എന്ന് നമുക്ക് പേരിടാം. നമ്മൾ സ്റ്റെയർ കയറി പോകുന്നതിനോട് ചേർന്നിട്ടുള്ള ആദ്യത്തെ ബെഡ്റൂം. ഇതിൻ്റെ ഡോറെല്ലാം വന്നിരിക്കുന്നത് വുഡൻ ഡോർസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. പല വീടുകളിലും ഇത് നമുക്ക് മൾട്ടിവുഡിലൊക്കെയാണ് പല ഡോറുകളും കാണുന്നത്. പക്ഷെ അത് മാറ്റിക്കൊണ്ട് ഇവിടെ വുഡിൽ തന്നെ ഡോറുകൾ തീർത്തിരിക്കുന്നു. ജിപ്സം സീലിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ LED ലൈറ്റുകൾ കൃത്യമായിട്ട് കോൺക്രീറ്റിൽ തന്നെ ഫിക്സ് ചെയ്തിട്ട് ജിപ്സം സീലിംഗ് നൽകിയ ഒരു പ്രതീതി ഈ ഒരു പ്രോപ്പർട്ടിയിൽ കൊണ്ടുവന്നിരിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ കിച്ചണിൽ കണ്ട അതേ അലൂമിനിയം ഫാബ്രിക്കേഷനിൽ തന്നെ ഈ ഒരു
ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കബോർഡ് വർക്കുകളും നൽകിയിരിക്കുന്നത് കാണാം. അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെ ആ ഒരു കബോർഡ് വർക്കുകൾ നമുക്ക് സ്പേഷ്യസ് ആയിട്ട് യൂസ് ചെയ്യാൻ പാകത്തിന് തന്നെ ആ കബോർഡ് അലൂമിനിയം ഫാബ്രിക്കേഷനിൽ നൽകിയിട്ടുണ്ട്. ദെൻ ഈ ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം കാണാം. അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ അകത്തേക്ക് വരുമ്പോഴാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല, നീറ്റായിട്ട് തന്നെയാണ് ആ ഒരു ബാത്റൂം ഒരുക്കി വെച്ചിരിക്കുന്നത്. 2x4 വലിയ ടൈലുകൾ തന്നെയാണ് വെട്ടി ഒട്ടിച്ച് വാൾ ടൈലായിട്ട് നൽകിയിരിക്കുന്നത്. അതേപോലെ ബാത്റൂമിൻ്റെ ക്ലോസറ്റൊക്കെ നോക്കിയാലും ക്ലോസറ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് സെറേഡയാണ് നൽകിയിട്ടുള്ളത്. വാഷ് ബേസിൻ നോക്കിക്കഴിഞ്ഞാൽ അതും സെറേഡയാണ് നൽകിയിരിക്കുന്നത്. അതേപോലെ ഡേവേർട്ടറും ടാപ്സും ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ സെറയുടെ ക്വാളിറ്റിയുള്ള ടാപ്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതേപോലെ എക്സോസ്റ്റ് ഫാൻ നൽകാനുള്ള ഓപ്ഷനും മറ്റു കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബെഡ്റൂമിൻ്റെ നീളവും വീതിയും നമുക്കൊന്ന് മെഷർ ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ വീതി നമുക്ക് മെഷർ ചെയ്യാം. അപ്പോൾ വീതി മെഷർ ചെയ്യുന്ന സമയത്ത് വീതി വരുന്നത് ഏകദേശം 12.32 ഇതിൻ്റെ വീതി വരുന്നത്. ഇനി ഇതിൻ്റെ നീളം നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം 11.82. നീളം വീതി എപ്പോഴും എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അപ്പോൾ ഇതിൻ്റെ നീളം വരുന്നത് 12.32 വീതി വരുന്നത് 11.82, അങ്ങനെ 145.62 ഈ ഒരു ബെഡ്റൂമിൻ്റെ വലിപ്പം എന്ന് പറയുന്നത്. നമ്മൾ ലാസ്റ്റ് റേറ്റിൽ പ്രൈസൊക്കെ പറയുമ്പോൾ മനസ്സിലാവും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന പ്രോപ്പർട്ടീസിന് ഈ ഒരു ബെഡ്റൂം ഒട്ടും ചെറുതല്ല, അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂം എന്ന് തന്നെ പറയാൻ പറ്റും. ദെൻ ഇതിൻ്റെ പുറകുവശത്തേക്ക് നമ്മൾ വീണ്ടും ഇറങ്ങി വാഷ് ഏരിയയുടെ ആ ഏരിയയിലേക്ക് വന്നു. എനിക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഡൈനിങ് ഏരിയ കാണാം. എനിക്ക് ബാക്ക് വശത്തായിട്ട് പിന്നെയും രണ്ടാമത്തെ ബെഡ്റൂം നമുക്ക് കാണാം. ഡോറുകളെല്ലാം ഒരു മാറ്റവുമില്ല, വുഡിൻ്റെയാണ് ഡോറുകളെല്ലാം നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെ നമുക്ക് കാണാം. നേരത്തെ കണ്ട പോലെ തന്നെയുള്ള ബെഡ്റൂം. അതിൻ്റെ മേളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കോൺക്രീറ്റിൽ തന്നെ LED സീലിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു കബോർഡും അലൂമിനിയത്തിൽ തീർത്ത നല്ലൊരു കബോർഡും നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. നല്ല സൗകര്യമുള്ള ഒരു കബോർഡ് എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം കാണാം. നമ്മൾ നേരത്തെ കണ്ട ബാത്റൂമിനേക്കാൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാത്റൂം തന്നെയാണ്. 2x4 വലിയ ടൈലുകൾ തന്നെ വാൾ ടൈലുകളായിട്ട് ഒട്ടിച്ച് അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂം. നമ്മൾ നേരത്തെ കണ്ട ബാത്റൂമിൻ്റെ ഒരു 2 ഇരട്ടി വലിപ്പമുള്ള അത്യാവശ്യം വലിയ ഒരു ബാത്റൂം തന്നെ നമുക്ക് ഈ ഒരു ഏരിയ കാണാം. ബാക്കി ഡേവേർട്ടർ ആണെങ്കിലും അതേപോലെ ക്ലോസറ്റ് ആണെങ്കിലും വാഷ് ബേസിൻ ആണെങ്കിലും ടാപ്പുകളാണെങ്കിലും എല്ലാം തന്നെ സെറയുടെ ക്വാളിറ്റിയുള്ള ഇത് തന്നെയാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ വീട്ടിലെ താഴെ നിലയിലെ 2 ബെഡ്റൂമുകളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഈ വീട്ടിലെ രണ്ടാം ബെഡ്റൂമിൻ്റെ നീളവും വീതിയും നമുക്ക് ഒന്ന് മെഷർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ നീളമാണോ വീതിയാണോ അത് അളന്ന് കഴിയുമ്പോഴേ മനസ്സിലാൻ പറ്റുള്ളൂ. എന്തായാലും നീളം 12.32 നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ അതേ നീളം തന്നെയാണ് വരുന്നത്. ദെൻ വീതി നമ്മൾ മെഷർ ചെയ്യുമ്പോൾ അതും താഴെ കണ്ട ആദ്യത്തെ ബെഡ്റൂമിൻ്റെ അതേ നീളം തന്നെ, അതായത് 12.32 നീളവും 11.93 വീതിയും വരുന്ന 146 സ്ക്വയർ ഫീറ്റ് വരുന്ന രണ്ടാം ബെഡ്റൂം. അതായത് താഴെ നിലയിലെ 2 ബെഡ്റൂമുകളും ഒരേ സൈസ് തന്നെയാണ്. അപ്പോൾ ഇനി അതിനകത്ത് വലിപ്പം കൂടിപ്പോയെന്നോ കുറഞ്ഞു പോയെന്നോ എന്ന് പറഞ്ഞാൽ ആർക്കും തർക്കം വേണ്ട. ആകെയുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ബാത്റൂം വരുമ്പോൾ ആദ്യത്തെ ബെഡ്റൂമിനേക്കാൾ ഇരട്ടി വലിപ്പമുള്ളൊരു ബാത്റൂമാണ് രണ്ടാം ബെഡ്റൂമിൽ നൽകിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഒന്നാം നിലയിൽ സിറ്റ് ഔട്ട് കണ്ടു, ലിവിങ് ഏരിയ കണ്ടു, ഡൈനിങ് ഏരിയ കണ്ടു, കിച്ചൺ കണ്ടു, 2 ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കാണാനുള്ളത് ഒന്നാം നിലയിലെ അല്ലെങ്കിൽ മുകളിലത്തെ നിലയിലെ കാഴ്ചകളാണ്. അപ്പോൾ സ്റ്റെയർ കയറി നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. സ്റ്റെയറിൻ്റെ ഹാൻഡിൽസ് എല്ലാം കൊടുത്തിരിക്കുന്നത് പ്യുവർ സ്റ്റീലിൽ തന്നെ, മൊത്തം സ്റ്റീലിൽ തന്നെ ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു വർക്കാണ് ഹാൻഡിലിൽ കൊടുത്തിരിക്കുന്നത്. അതേപോലെ സ്റ്റെപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സിറ്റ് ഔട്ടിൽ കണ്ട അതേ ഫുൾ ബോഡി ടൈലുകൾ തന്നെയാണ് ഈ സ്റ്റെപ്പിൽ നൽകിയിട്ടുള്ളത്. പിന്നെ എനിക്ക് ഈ സ്റ്റെപ്പ് കയറുമ്പോൾ പറയാൻ തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി അനായാസം കയറാൻ പാകത്തിന്, കുറച്ചും കൂടി ഒരു കുത്തനെയുള്ളൊരു കയറ്റമല്ല, കുറച്ചും കൂടി ചായ്വ് കൊടുത്തുകൊണ്ട് നമുക്ക് കുറച്ച് പ്രായമായ ആളുകൾക്കും അനായാസം കയറാവുന്ന രീതിയിൽ സ്റ്റെപ്പുകളുടെ എണ്ണം കൂട്ടി ചായ്വ് കുറച്ചും കൂടി കൂട്ടി അനായാസം കയറാവുന്ന രീതിയിലാണ് ആ സ്റ്റെപ്പുകൾ കൊടുത്തിരിക്കുന്നത്. അത് എന്താ പറയുക, ഒരു പോസിറ്റീവായിട്ട് തന്നെ പറയാം. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യം, നമ്മൾ ഈ സ്റ്റെപ്പിൻ്റെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ കാണുന്നത് ലിവിങ് ഏരിയയാണ്. നമ്മൾ വലിയ വലിയ വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഇത്തരത്തിൽ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് നമുക്ക് ലിവിങ് ഏരിയയിലേക്ക് ഒരു നോട്ടം കിട്ടുന്നത്. ആ ഒരു സംവിധാനം ഈ ഒരു പ്രോപ്പർട്ടിയിലും ഇവിടെ നൽകിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ മുകളിലേക്ക് വരുമ്പോൾ അപ്പർ ലിവിങ് എന്ന് പറയുന്ന ഒരു സ്പേസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കിട്ടില്ല. ചെറിയൊരു സ്പേസ് മാത്രമാണ് അപ്പർ ലിവിങ് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്നുള്ളൂ. ദെൻ ഇവിടെ 2 ബെഡ്റൂമുകളാണ് നമുക്ക് ഇവിടെ വരുന്നത്. അതേപോലെ തന്നെ വരുന്നത് ഒരു ബാൽക്കണി സ്പേസുമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കോറിഡോർ പോലുള്ള ഈ ഒരു ഭാഗത്തേക്ക് കടന്നു
വരുന്നത്. ഇതിൻ്റെ ആദ്യത്തെ ബെഡ്റൂം നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. ദെൻ ഇവിടെയായിട്ടാണ് ഇതിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. നമ്മൾ താഴെ കണ്ട ആ ഒന്നാമത്തെ ബെഡ്റൂം ഉണ്ടല്ലോ, അതിൻ്റെ പാരൽ ബെഡ്റൂം തന്നെയാണ് എന്ന് തോന്നുന്നു. അതേ രീതിയിൽ തന്നെ ജിപ്സം സീലിങ്ങും മറ്റു കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല. പക്ഷേ ജിപ്സം സീലിങ്ങിന് തുല്യമായിട്ട് തന്നെ കോൺക്രീറ്റിൽ കൃത്യമായിട്ട് LED ലൈറ്റുകളൊക്കെ നൽകി സീലിംഗ് നൽകിയ ഒരു പ്രതീതി ഉണ്ടാക്കുന്നു. ഈ ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അലൂമിനിയം ഫാബ്രിക്കേഷനിൽ നല്ലൊരു കബോർഡ് വർക്ക് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റും. ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ താഴെ കണ്ട ആ ഒന്നാമത്തെ ബെഡ്റൂമിലെ ആ ഒരു ബാത്റൂം ഉണ്ടല്ലോ, അതിൻ്റെ വലിപ്പമുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബാത്റൂം എന്ന് തന്നെ നമുക്ക് പറയാം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതൊക്കെ താഴെ കണ്ട പോലെ തന്നെ സെറൈഡയാണ് ക്ലോസറ്റ് വന്നിരിക്കുന്നത്. ദെൻ വാഷ് ബേസിൻ വരുന്ന സെറൈഡയാണ്, ഡെവേർട്ടർ വരുന്ന സെറൈഡയാണ്, ടാപ്പ് വരുന്ന സെറൈഡയാണ്. അങ്ങനെ എല്ലാം തന്നെ താഴെ കണ്ട ആ ഒരു ഒന്നാമത്തെ ബെഡ്റൂമിൻ്റെ അല്ലെങ്കിൽ താഴെ കണ്ട ബെഡ്റൂമുകളുടെയൊക്കെ സിമിലാരിറ്റി ഉള്ള സെയിം സാധനം തന്നെ. ഇനി നമുക്ക് ഈ ഒരു ബെഡ്റൂമിൻ്റെ നീളവും വീതിയും നമുക്ക് മെഷർ ചെയ്യാം. മെഷർ ചെയ്യാനൊന്നുമില്ല, താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം നീളവും വീതിയും തന്നെ ആവാനാണ് സാധ്യത. അപ്പോൾ ഇതിൻ്റെ നീളം വരുന്നത് നമ്മൾ താഴെ കണ്ട പോലെ തന്നെ 12.38 ആണ് ഇതിൻ്റെ നീളം വരുന്നത്. ദെൻ വീതി മെഷർ ചെയ്യുന്ന സമയത്ത് വീതി വരുന്നത് ഏകദേശം 13.25 ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞത് തെറ്റിയിട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞത് 12 ഒന്നാമത്തെ താഴെ 2 ബെഡ്റൂമുകൾ എന്ന് പറയുന്നത് 12.38 ഇൻറ്റു 11 പോയിൻറ്റ് സംതിങ് ആയിരുന്നു, കൃത്യമായിട്ട് ഓർക്കുന്നില്ല. പക്ഷേ ഇത് വരുമ്പോൾ 12.38 ഇൻറ്റു 13.25 ഉണ്ട്. താഴെ കണ്ടത് 146 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ ഇത് 164 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അപ്പോൾ താഴെ കണ്ട 2 ബെഡ്റൂമിനേക്കാൾ വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ നീളം വരുന്നത് 13.25 വീതി വരുന്നത് 12.38 164.03 സ്ക്വയർ ഫീറ്റ് ഈ ഒരു ബെഡ്റൂമിന് വേണ്ടിയിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കാണാനുള്ളത് ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂം, അതായത് മുകൾ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം, ഈ വീട്ടിലെ അവസാനത്തെ 4ാമത്തെ ബെഡ്റൂമാണ് നമ്മൾ ഇനി ഇവിടെ കാണാനുള്ളത്. ഡോറുകളെല്ലാം സെയിം ഡോറുകൾ തന്നെ, നമ്മൾ മരത്തിൻ്റെ അതേ ഡോറുകൾ തന്നെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ദെൻ കയറി വരുന്ന ഈ ഒരു ഇതിൽ തന്നെ വലിയൊരു ബെഡ്റൂം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു ബെഡ്റൂം നമുക്ക് കാണുന്നു. നമ്മൾ താഴെ കണ്ട പോലെ തന്നെയുള്ള കബോർഡ് വർക്കുകളും മറ്റു കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്ത് അലൂമിനിയം ഫാബ്രിക്കേഷൻ നൽകിയിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായിട്ട് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നു. ദെൻ ബാത്റൂമിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ നമ്മൾ താഴെ കണ്ട പോലെ തന്നെ 2x4 ടൈലുകളൊക്കെ ഒട്ടിച്ച് അതേ അത്യാവശ്യം നല്ല ഭംഗിക്കായിരിക്കുന്നു. സെറൈഡ തന്നെയാണ് ക്ലോസറ്റ്, സെറൈഡയാണ് വാഷ് ബേസിൻ വരുന്നത്, ടാപ്പുകളും ഡെവേർട്ടറും മറ്റു കാര്യങ്ങളെല്ലാം സെറൈഡയാണ് വരുന്നത്. അത്യാവശ്യം നീറ്റായിട്ട് തന്നെ ആ ഒരു ബാത്റൂം ഒരുക്കി വെച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു ബെഡ്റൂമിൻ്റെ നീളവും വീതിയും നമുക്കൊന്ന് മെഷർ ചെയ്യാനുണ്ട്. എന്നിട്ട് നമുക്ക് ഈ വീട്ടിലെ മറ്റൊരു സാധനം കൂടി നമുക്ക് കാണിച്ചു തരാനുണ്ട്. അത് ഈ നീളവും വീതിയും എടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം 12.27 ആണ്. ഇനി ഇതിൻ്റെ വീതി വരുന്നത് ഏകദേശം 11.85. ഇത് നമ്മൾ താഴെ കണ്ട 2 ബെഡ്റൂമിൻ്റെ അതേ വലിപ്പം, അതായത് 12.27 നീളവും 11.85 വീതിയും വരുന്ന 145 സ്ക്വയർ ഫീറ്റ് വരുന്ന 4ാമത്തെ ബെഡ്റൂം. അപ്പോൾ ഈ വീട്ടിൽ 4 ബെഡ്റൂമുകളിൽ 3 ബെഡ്റൂമുകൾ, താഴെ കണ്ട 2 ബെഡ്റൂമുകളും മുകളിലത്തെ ഈ ഒരു ബെഡ്റൂം അവസാനത്തെ ബെഡ്റൂമും ഒരേ വലിപ്പം തന്നെയാണ്. നമുക്ക് നടുക്ക് കണ്ട 3ാമത്തെ ബെഡ്റൂം അല്ലെങ്കിൽ നമ്മൾ കണ്ടതിൽ വെച്ച് 2ാം നിലയിലെ 1ാമത്തെ ബെഡ്റൂം മാത്രമാണ് കുറച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. അത് ഒരു 20 സ്ക്വയർ ഫീറ്റ് കൂടുതലുണ്ട്, 165 സ്ക്വയർ ഫീറ്റ് ആ ബെഡ്റൂമിന് വരുന്നുണ്ട്. ഇനി ഈ ഒരു ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്നാണ് ഇതിൻ്റെ ഓപ്പൺ ടെറസിലേക്കുള്ള എൻട്രി വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഓപ്പൺ ടെറസും മറ്റു കാര്യങ്ങളെല്ലാം വരുന്നത്. എന്താ പറയുക, നമുക്കൊരു ഷീറ്റ് വർക്കൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു യൂട്ടിലിറ്റി സ്പേസ് ആക്കി ഉപയോഗിക്കാം എന്ന് മാത്രമാണ് നമുക്ക് ഈ ഒരു ഇതിനെ പറയാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പൺ സ്പേസ് ഏരിയ കൂടി ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് കാണാനുള്ളത് ഈ ഒരു വീടിൻ്റെ ബാൽക്കണി ഏരിയ ആണ്. നമ്മൾ ആ ഫ്രണ്ട് എലിവേഷനിൽ നിന്ന് കണ്ട ആ ബാൽക്കണി ഏരിയ അത് നമ്മൾ ആ അപ്സ്റ്റെയറിലെ ആ ഒരു ലിവിങ് ഏരിയയിലേക്ക് വന്ന ശേഷം ഇവിടെ നിന്ന് സെപ്പറേറ്റ് ഒരു ഡോറ് നൽകിയിട്ടാണ് ഈ ഒരു ബാൽക്കണി സ്പേസിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെയായിട്ടാണ് ഇതിൻ്റെ ബാൽക്കണി സ്പേസ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബാൽക്കണി സ്പേസ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് താഴത്തെ ആ ഒരു ലൊക്കേഷൻ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് കണ്ടോ, ഇതേപോലെ പ്ലോട്ടുകൾ തിരിച്ച ഒരു പ്ലോട്ടാണ്. പണ്ടെന്നോ പ്ലോട്ടുകൾ തിരിച്ചു, അവിടെ ചെറിയ ചെറിയ വീടുകൾ, ചെറുതല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വീടുകളൊക്കെ വന്നു. ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുടെ ഫീല് നൽകുന്ന ഒരു പ്രോപ്പർട്ടി എന്ന് തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന കാര്യം ഇതിൻ്റെ വില വിവരങ്ങൾ അറിയാനായിട്ടായിരിക്കും. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ വില വിവരങ്ങളിലേക്ക് കിടക്കാം. ഞാൻ ആ ലൊക്കേഷൻ ഒന്നും കൂടി പറയാണ്. ഇത് അങ്കമാലി തുറവൂരായിട്ടാണ് വരുന്നത്. അങ്കമാലി ടൗണിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ മാറി വരുന്ന ചെറിയൊരു ടൗണാണ് തുറവൂർ. നമ്മൾ ഈ നിൽക്കുന്ന ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് ടുവേഡ്സ്
MC റോഡ് റൂട്ടിലേക്ക്, അതായത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ കാലടി ആദിശങ്കര എഞ്ചിനീയറിംഗ് കോളേജ്, ശങ്കര കോളേജ്, അതേപോലെ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ശ്രീ ശാരദ സൈനിക് സ്കൂൾ, ഇതിലേക്കൊക്കെ നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 2.5 കിലോമീറ്റർ 2 കിലോമീറ്ററേ ഉള്ളൂ. അങ്ങനെ ആ മറ്റൊരു ജംഗ്ഷനിൽ ചെന്നിട്ട് അവിടുന്ന് എയർപോർട്ടിലേക്ക് പോകാനാണെങ്കിലും വളരെ അടുത്ത്. അപ്പോൾ എയർപോർട്ടിലേക്കും ഒരു 6 കിലോമീറ്റർ 5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നുള്ളൂ. അങ്കമാലിയിലേക്ക് ആണെങ്കിലും ഒരു 5 കിലോമീറ്റർ ഡിസ്റ്റൻസേ വരുന്നുള്ളൂ. ലൊക്കേഷൻ വൈസ് ഒരു പ്രൈം ലൊക്കേഷനാണ്, ഫ്ലഡ് ഫ്രീ ഏരിയ ആണ്, മറ്റ് പ്രകൃതി ദുരന്തങ്ങളെ ഒന്നും ഭയക്കേണ്ടാത്ത ഒരു സ്ഥലമാണ്. അത് മാത്രമല്ല മറ്റ് വന്യജീവികളുടെ ശല്യമോ ഒന്നുമില്ലാത്ത ഒരു ഗ്രാമാന്തരീക്ഷം തുളുമ്പി നിൽക്കുന്ന എന്താ പറയുക, മലിന പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്ത, പൊല്യൂഷനോ ഒന്നുമില്ലാത്ത ഒരു കാം ആൻഡ് ക്വയറ്റ് ഏരിയ എന്ന് വെച്ച് ഫെസിലിറ്റീസിന് ഒരു കുറവുമില്ല. എല്ലാ ഫെസിലിറ്റീസും, ഹോസ്പിറ്റൽസ് ആണെങ്കിലും സ്കൂൾസ് ആണെങ്കിലും കോളേജസ് ആണെങ്കിലും എയർപോർട്ട് ആണെങ്കിലും എല്ലാം അടുത്തടുത്ത് കിട്ടുന്ന നല്ല ഒരു ഏരിയ തന്നെയാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 5 സെൻറ്റ് സ്ഥലമുണ്ട്, 1800 സ്ക്വയർ ഫീറ്റ് പ്രോപ്പർട്ടി ഉണ്ട്, 4 ബെഡ്റൂമാണ്, അത്യാവശ്യം കബോർഡ്സ് വർക്കുകളും എല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി തീമിൽ തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഒരു എംപ്ലോയി കാറ്റഗറിയിൽ പെടുന്ന ആളുകൾക്കെല്ലാം ചെറിയൊരു ഹൗസ് ലോണൊക്കെ ഇട്ട് മേടിക്കാൻ പാകത്തിനുള്ള ഒരു പ്രൈസ് റേഞ്ച് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റേതായ ഫെസിലിറ്റീസ് ഇവിടെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥൻ ഇതിന് ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് 65 ലക്ഷം രൂപയാണ്. 5 സെൻറ്റ് സ്ഥലത്തിൽ 1800 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂം 4 അറ്റാച്ചഡ് വരുന്ന ഈ ഒരു വീടിന് ഇതിൻ്റെ ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് 65 ലക്ഷം രൂപയാണ്. വിലയിൽ ചെറിയ നെഗോഷ്യബിളൊക്കെ തീർച്ചയായിട്ടും ഡ്രീംസ് ആൻഡ് വഴിയാണ് നിങ്ങൾ മേടിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. കാര്യം നമ്മൾ ഈ മാർക്കറ്റിൽ അതുപോലെ കച്ചവടം ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രയോറിറ്റി ഏതൊരു ബിൽഡറുടെ അടുത്താണെങ്കിലും ഒരു ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും ഞങ്ങൾക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കിടക്കുന്ന നമ്പറിൽ വിളിക്കുക, അപ്പോയിൻമെൻറ്റ് എടുക്കുക, പ്രോപ്പർട്ടി നേരിട്ട് വന്ന് കാണുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നേരെ ഓണറായിട്ട് സംസാരിച്ച് ഫൈനൽ നെഗോസിയേഷനൊക്കെ നടത്തി നിങ്ങൾ നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾ സ്വന്തമാക്കുക. ഈ ഒരു പ്രോപ്പർട്ടി മാത്രമല്ല വേറെ ഏതൊരു പ്രോപ്പർട്ടി ആണെങ്കിലും തീർച്ചയായിട്ടും താഴെ കിടക്കുന്ന നമ്പറിൽ വിളിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ സഹായിക്കുന്നതാണ്. ഇതിന് വേണ്ട ബാങ്ക് ലോണുകൾ, മറ്റ് ലീഗൽ സൗകര്യങ്ങൾ എല്ലാം, ലീഗൽ സഹായങ്ങൾ, ലീഗൽ അഡ്വൈസ് എല്ലാം നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റിൽ നിങ്ങൾക്ക് ചെയ്തു തരുന്നതുമായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ, സീ യു അഗൈൻ.